ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പിന്നെ വന്നേക്കുവാണ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട്. ഇന്ന് ഞാൻ അടുത്തൊരു ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ കൊല്ലം എക്സിബിഷന് പോയായിരുന്നു. ആശ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആശ്രാമം മൈതാനത്തായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. മെയ്ഡ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, അതേപോലെ ഡൈവേഴ്സ് ഉണ്ട്, പിന്നെ പൂച്ചകളെയൊക്കെ കാണാം, ഞങ്ങൾക്ക് റോബോട്ട്സിനെ കാണാം. അതേപോലെ തന്നെ അവിടെ ലെഗോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു പ്രത്യേകതരമായിട്ടുള്ള നിങ്ങൾ ഞെട്ടുന്ന ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആശ്രാമം ഗ്രൗണ്ട്. ഇവിടാണ് നമ്മുടെ മെറൈൻ അക്വാറിയം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ദി ഓഷൻ മെറൈൻ അക്വാറിയം, അതിൻ്റെ എൻട്രൻസ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിനാണ്, പേര് മനു. ഇതാണ് ഗൈസ് അവിടുത്തെ ആദ്യത്തെ ഒരു സ്ഥലം. ഞാനിവിടുത്തെ കാറിലും 2 കാറുണ്ട് ഗൈസ് ഇവിടെ. അതിനകത്ത് 2ലും ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ഥലം. കുറേ കിളികളൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കാറല്ല, രഥം അല്ലേ, രഥമല്ല, രഥം പോലത്തെ ഏതോ ഒരു വണ്ടിയാണ്. ഞാനും എൻ്റെ മനുച്ചേട്ടനും കയറി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ കൊടുക്കുകയാണ്. മൈ മദർ ഈസ് ടേക്കിംഗ് ഫോട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത കാറിൽ പോകുന്നത് തോന്നുന്നു. യാ ഗൈസ്, ഞങ്ങൾ അടുത്ത കാറിലോട്ട് കയറാൻ പോവാണ്. ഗൈസ്, നമ്മൾ അടുത്ത കാറിലെത്തിയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ അല്ലയോ ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന്, കാരണം ഇത് അത്രയും നല്ലതാണ്, നല്ല ലുക്കുണ്ട്. ഇനി ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോ ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. എനിക്കൊന്ന് ഗൈസ്, ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിൽ നിന്ന്. ഓക്കെ ഗൈസ്, നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ. ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് ഫോട്ടോ എടുത്തു, എന്നിട്ട് ഇറങ്ങി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോകുമോ? ഓക്കെ ഗൈസ്, ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട് ഗൈസ്. അതേപോലെ ഈ ബേർഡ്സിൻ്റെ സൗണ്ട് റിയൽ അല്ല ഗൈസ്. ഈ ബേർഡ്സിൻ്റെ സൗണ്ട് അവർ സൈഡിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, സ്പീക്കർ. ആ സ്പീക്കറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് വെരി 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 101% വർക്കിംഗാണ്. അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫ് ടെക്നോളജി ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഒരു പട്ടിയെ. ആ പട്ടി, അത് പട്ടിയാണോ പൂച്ചയാണോ എനിക്ക് നല്ല ഉറപ്പില്ല. എന്നാലും അത് റോബോട്ടാണ് ഗൈസ്. അത് തന്നെത്താനെ ഓടുന്നതല്ല, നമ്മൾ ഓടുവാണെങ്കിൽ നമ്മുടെ പുറകിൽ അതിനെ ഓടുന്നത്. അവരത് റിമോട്ടിലാണ് ഗൈസ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കതിനെ പേടി, അവരുടെ മുമ്പിലോട്ട് അതിനെ അങ്ങ് ഓടിക്കും. അതാണ് ഗൈസ് ഇവരുടെ പരിപാടി. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു ഗൈസ്, എൻ്റെ അമ്മയൊക്കെ കുറേ നേരമായിട്ട് ഓടിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ആയിട്ടിട്ട് ഓടിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം ഞങ്ങൾക്ക് കാണാം 2 പട്ടിയാണ്. ഒരു പട്ടി അവിടെ ഇരുന്ന് എന്തോ കാണിക്കുവാണ് ഗൈസ്, അവിടെ നിൽക്കും. അടുത്തതാണ് ഗൈസ് നമ്മുടെ റോബോട്ട്. ഈ റോബോട്ട് അധികം ഷോപ്പിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അധികം ബിസിനസ്സുകാരുടെ ഒക്കെ കയ്യിലുണ്ട് ഈ റോബോട്ട്. ഇത് ഇതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യും. ഇത് നമ്മുടെ കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാനും ഡീൽ ചെയ്യാനും ഇത് ഉപയോഗിക്കും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തിനും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ റോബോട്ടിന് നല്ല പരിചയം കാണാം. അതാണ് നമ്മുടെ പടം വരയ്ക്കുന്നത്. ഇത് സൈഡിലായിട്ട് ഒരു ഫോർഡിൻ്റെ നിസാൻ GTR, ലൈറ്റ്നിങ് മെക്വീൻ, ഡോഡ്ജ് ചാർജ് അതെല്ലാം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മോൺസ്റ്റർ ട്രക്കാണ് അത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ലെഗോയും വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളെ പിന്നെ കളിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് പടം വരയ്ക്കുന്നത് റോബോട്ട്.
പുഷപ്പും ചെയ്യും. നമ്മൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മാമനോട് പറയും പുഷപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഈ റോബോട്ട് വരുമ്പോൾ പുഷപ്പ് ചെയ്യും. ഈ റോബോട്ടിൻ്റെ പ്രത്യേകതയുണ്ട്, പുഷപ്പ് ചെയ്യുമ്പോഴൊക്കെ ഈ റോബോട്ട് ഒറ്റ കാലം വെച്ചുകൊണ്ടൊക്കെ പുഷപ്പ് ചെയ്യും. ഇപ്പം ഞങ്ങൾക്ക് കാണുന്നുണ്ട് ഈ റോബോട്ട് പുഷപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒറ്റ കാലം വെച്ചുകൊണ്ട് പുഷപ്പ് ചെയ്യും. ഈ മാമൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫോണിലാണ്. ഗൈസ് ഇപ്പം ഞങ്ങൾക്ക് കാണാം ഒറ്റക്കാലി പുഷപ്പ് ചെയ്യുന്നത്. ഇനി അങ്ങ് ഇരുന്നേക്കും ഗൈസ്, ഇത് ഒറ്റ കയ്യിലൊക്കെ പുഷപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മുടെ സാധനം എഴുന്നേറ്റിട്ടുണ്ട്. നല്ല റോബോട്ടാണ് ഗൈസ്, നല്ല രസമുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ നിങ്ങളെ അടുത്തൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോബോട്ടിനെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഡാൻസ് കളിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പാട്ടും കേൾക്കും ഗൈസ്. നല്ല രസമുണ്ടാകും ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇടുവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഷേക്കാനൊക്കെ തരും ഗൈസ്. നമ്മൾ ടാറ്റ കാണിച്ചാൽ മതി ഗൈസ്. ഈ സാധനം തന്നെത്താൻ ഇങ്ങനെ ടാറ്റ ഇത് ഫോണിൽ തന്നെ ടാറ്റ ടാറ്റ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്നവർ തന്നെയല്ല, ഈ ഭൂമിയിലെല്ലാവരും ലെഗോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതേപോലെ തന്നെ ലെഗോയുടെ സിനിമ ആമസോണിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനുഷ്യട്ടൻ അവിടെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എന്താണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ടേ കറക്കൂട്ടു. അപ്പോൾ ഞാൻ ഒരു പാലം തന്നെ ഉണ്ടാക്കി. എന്നിട്ട് പാലവും പൊളിച്ചിട്ട് ഞാൻ വേറെ എന്താണ് എനിക്കൊരു കുതിര കിട്ടി, ഒരു പോലീസുകാരനെ കിട്ടി. ആ പോലീസുകാരനെ തൊപ്പെടുത്ത് മാറ്റിയിട്ട് ഞാനൊരു ഹെൽമെറ്റാണ് പൈസ എടുത്തിട്ടേക്കുന്നത്. ആ സൈഡിൽ ഇരിക്കുന്ന ആൻറ്റി എന്ന് വെച്ചാൽ എൻ്റെ വലിയ മെച്ചിയാണ്. ഐ മീൻ മനച്ചേട്ടൻ്റെ മദർ. ഓക്കെ ഞാൻ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പൈസ. എനിക്കൊന്നും അറിയത്തില്ല പൈസ ഞാൻ എന്തോ ഉണ്ടാക്കുന്നത്. എൻ്റെ കുതിരയൊക്കെ താഴെ വീണിട്ടുണ്ട്. ഞാൻ എന്തോ ആലോചിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ 250 മനുഷ്യന്മാരുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ട് ഗൈസ്. ഡയമണ്ട് പിക്കാക്സ് അല്ല, ഗോൾഡൻ പിക്കാക്സ് അല്ല, അയൺ പിക്കാക്സ്. അതുകൊണ്ട് ഗൈസ് പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഇല്ല. എൻ്റെ ഈ കുതിര മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തന്നെ പിക്കാക്സ്. എന്നിട്ട് ഞാൻ പോലീസുകാരൻ്റെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ്റെ കയ്യിൽ പിക്കാക്സ് കൊടുത്ത് പോലീസുകാരൻ അവിടെ ഇങ്ങനെ പിക്കാക്സ് എന്നിട്ടോണ്ട് പിടിച്ച് റോബോട്ട് കളർ ഐഡൻറ്റിഫൈ ചെയ്യും ഗൈസ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. ഈ റോബോട്ട് ആദ്യം ഈ കളർ എടുത്ത് അവിടെ ഒരു ചിപ്പുണ്ട്. ആ ചിപ്പി വെച്ചിട്ട് ചിപ്പിൽ നിന്ന് ലൈറ്റ് എത്തും. ലൈറ്റ് എത്തിയിട്ട് ഈ റോബോട്ട് അതേ കളറ് 3 പേപ്പറുണ്ട് ഗൈസ്. ആ 3 പേപ്പറിൽ റെഡ് അല്ല ഗ്രീൻ യെല്ലോ ബ്ലൂ എഴുതിയിട്ടുണ്ട്. നടുക്ക് ഗ്രീൻ, ഏറ്റവും താഴെ യെല്ലോ, ഏറ്റവും മേളിൽ ബ്ലൂ. ഇത് നല്ല രസമാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇതേപോലെ കളർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഗൈസ്. അടുത്തയാണ് ഗൈസ് ഒരു കാസ്, മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാസ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളിരുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ പിന്നെ മനച്ചേട്ടനും ഞാനും അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കാസിൽ മഴ പെയ്യുന്ന ഇടയിൽ കുറേ പ്രത്യേകതയായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് ഗൈസ് നമ്മുടെ ഫിഷസ്. ഇവിടെ തന്നെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഗൈസ്. ആ അങ്കിൾ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് ഡൈവ് ചെയ്യുമായിരുന്നു ഗൈസ്. മീനൊന്നും ആ അങ്കിളിൻ്റെ കാലിൽ പോയി കടിച്ചിട്ടില്ല, കാരണം അത് കടിക്കുന്ന മീനല്ലേ ഗൈസ്. ആ അങ്കിള് കുറേ പരിപാടികളൊക്കെ ചെയ്യും. ചിലപ്പോഴൊക്കെ ഫ്ലിപ്പ് ചെയ്യും. എന്നിട്ട് എന്തോ ഒരു സാധനമുണ്ട്. ആ മുഖത്തെ സാധനത്തിന് കുറേ ഷേപ്പിൽ ബബിൾസ് പോലെ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. ഒരു മോട്ടർ പോലെ ആ സാധനം ഈ വായിൽ നിന്ന് വരുന്ന പോലെ മോട്ടർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ അങ്ങ് വന്നുകൊണ്ടേയിരിക്കും. അതാ അതിൻ്റെ പുറകിലിരിക്കുന്നതാണ് ഓക്സിജൻ. ആ സാധനമാണ് ഞാൻ പറയുന്നത്. ആ ഫ്രണ്ടിൽ ഒരു മോട്ടർ പോലത്തെ സാധനം കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞ സാധനം. അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പേരും എനിക്കറിയുന്നില്ല. കേസ് ഇതാണ് ആ മാമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കുറേ ബൈയൊക്കെ കാണിച്ചിട്ട് കറങ്ങി പോകുന്നുണ്ട്. എന്നെ കൂടുതൽ ബൈ കാണിച്ച് അതാണ്ട് ഇപ്പം ആ സൈഡിലോട്ട് പോകും. ഇനി കറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് പോകും. ആ വഴിയിലിരിക്കുന്ന ഓക്സിജനാണ്. അത് വീഡിയോകളൊന്നും എല്ലാവർക്കും അറിയാതെ എനിക്ക് തോന്നുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പം മാമ എന്തോ കാണിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ളവരെയൊക്കെ കാണിക്കുന്നു. ഇവിടെ 2 മീനുകളുണ്ട്. എല്ലാ മീനും ഒന്നാണെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. ഹായ് 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 എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ സിസേഴ്സ് കാണിച്ച് ഞാനാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്. ആ മാമൻ എന്തോ കാണിക്കുന്നുണ്ട്. എന്തുവാ സാധനമെന്ന് എനിക്കറിയത്തില്ല. പുറയിലിരിക്കുന്ന മാത്രമേ അറിയാം. വായിലിരിക്കുന്ന എന്തുവാണ് എനിക്കറിയില്ല. കണ്ണാടി ഇരിക്കുന്ന എന്തുവാണ്. അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് കുറേ പേര് അവിടെ മമ്മീട് എന്തോ എന്ന് കാണിക്കുക. കയ്യിൽ തുണിയിരിപ്പുണ്ട്. ആ തുണി വെച്ചാണ് എന്താണ് കാണിക്കുക. ചിലപ്പോൾ ഇങ്ങനെ, ചിലപ്പോൾ അങ്ങനെ, ചിലപ്പോൾ സൈഡിലോട്ട്, ചിലപ്പോൾ മേളിലോട്ട്, ചിലപ്പോൾ താഴോട്ട്, ചിലപ്പോൾ സൈഡിലോട്ട്, ചിലപ്പോൾ സൈഡിലോട്ട് എന്തോ കാണിക്കുവാണ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ നിന്ന് ആ സാധനം ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. Pero parang walang gusto makinig. Lagi na lang hassle pag-uwi. Araw-araw away at bate. Di ko na malaman kung ano ba talaga. Sana tahimik ka lang naman na napalong. Di ba dapat gagawa ng solusyon? Hinayaan lang may relasyon. Sana pwede ibalik kung ano meron tayo nung napuno na napapadala sa mindless. Di pa pwede na pares tayong dalawa mali. Ito na ba ang taong panahon na umalis? Kung pwede lang walang masasundan. Tapusin to, manghihinayang na lang ba sa kwentong to? Di ko maintindihan. Papalayo sa'yo, paalam na. Nalilito ako, wala na ba? Papalayo sa'yo, bahala na. Sinubukan ko naman na mag-DS, paulit-ulit lang. Masambabalik, baka matuloy ang masilang mabait. Bigdag ko puno ng galit at sama ng loob. Hindi ko na kayang bumabit at yun ang malambot. Okay guys, ഇനി നിങ്ങൾക്ക് ഇവിടെ കുറേ ഫിഷസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു മുട്ടൊരു ഫിഷിനെ കാണാം. ഒരു ഷാർപ്പ് ഗൈസ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വലിയ ഫിഷസിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ കൂടെ ഒരു ഫിഷൊക്കെ പോകുന്നുണ്ട്. മേളിലും കുറേ ഫിഷുണ്ട്. എനിക്ക് എത്ര എണ്ണം എണ്ണാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കുറേ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കറങ്ങി അടിച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഗൈസ് ഞാൻ അപ്പുറത്തോട്ടൊക്കെ നോക്കുന്നു. അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. എൻ്റെ ചേട്ടൻ എപ്പോഴും പറയുന്നതാണ് അങ്ങോട്ട് നോക്കല്ലേ നോക്കാം. കാരണം ഞങ്ങൾ അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കാണാം. അതുകൊണ്ട് എൻ്റെ ചേട്ടൻ എപ്പോഴും പറയും അങ്ങോട്ട് നോക്കല്ലേ നോക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇവിടെ മീനുണ്ട്. ആ മീൻ വായിട്ടൊന്നോണ്ടിരിക്കും. നമ്മുടെ എന്നെ കാണാനായിരിക്കും. അതാ ഞാനിപ്പോൾ ഇവിടെ പോയില്ല. ഞാൻ അപ്പുറത്തെ തോട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നു. എന്നിട്ട് ഈ മീൻ കുറെ നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. എല്ലാം വലിയ എനിക്കറിയില്ല. അതേപോലത്തെ ഒരു മീൻ
ഇതാ പോന്നു ആ മീൻ്റെ അടിയിൽ പോയി. ഞാൻ വന്നേ, എൻ്റെ ചേട്ടൻ അവരെന്തോ ചൂണ്ടിക്കാണിക്കുവാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണിക്കും ഐ എത്ര മീനാ എൻ്റെ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മീൻ ക്യാമറ നോക്കിയിരിക്കുമെന്നാണ് ചേട്ടൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കുറേ മീനൊക്കെ കാണാം. ഈ മീനിൻ്റെ കളർ ഓറഞ്ച്, മീനിൻ്റെ കളർ ഒരു പ്രത്യേക തരം കളറാണ്. എനിക്കറിയത്തില്ല ഈ മീനിൻ്റെ കളറ്. അതേപോലെ തന്നെ ഈ ലോകത്ത് കുറേ മീനുണ്ട്. അടുത്ത സ്ഥലത്തോട് പോകുമ്പോൾ ഞാൻ നിങ്ങൾ അതിനെക്കാട്ടി കുറേ മീൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ മീനൊക്കെ താഴെ കളപ്പുണ്ട്. വയ്യ കഴിച്ചതാണ് കഴിച്ചാൽ പറയുന്ന സാധനം, ഒരു മുട്ട സാധനം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സാധനത്തിന് കാണാം. മറ്റേ വാനയിലൊരു മീനുണ്ടല്ലോ, വാന മറ്റേ ഐലൻഡ് വിട്ട് പോകുമ്പോൾ കാണാൻ. ആ മീനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടുത്താണ് ഒരു മുട്ടൻ മീൻ. കുറേ മീനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മുട്ടൻ മീൻ. ഈ മീനിൻ്റെ സൈസൊക്കെ നോക്കാൻ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഈ മീനിൻ്റെ സൈസ്. ഈ മീനിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല ഗൈസ്. ഗൈസ് ഇവിടെ കുറേ ഫിഷസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഫിഷസിനെ ഭയങ്കര നീളമാണ്. അതേപോലെ തന്നെ ഞാൻ അവിടെ ഞാൻ അപ്പുറത്തെ സ്ഥലത്തോട്ടൊക്കെ പോയി. ഞാനിവിടെ ഉണ്ട് ഗൈസ്. ഈ മീനുണ്ട് വൈകി അവിടെ കിടക്കുന്നു. ഞങ്ങൾ പറയുമായിരുന്നു മൈ മദർ ഈ ഫിഷിന് എന്തോ വയ്യുന്നു. എനിക്ക് തോന്നുന്നു വയ്യുന്നു. ഈ ഫിഷിന് എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നു. എഴുന്നേക്കുന്നില്ല കുറേ നേരമായിട്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അത് എങ്ങോട്ട് പോകാമെന്ന് എനിക്കറിയത്തില്ല. ഈ ഫിഷ് അങ്ങോട്ട് കിടന്നുറങ്ങുവാണ്. അല്ല ആണ് ഗൈസ്. അതുകൊണ്ട് ഈ ഫിഷും അവിടെ കിടന്നുറങ്ങുന്നു. ഈ അടുത്ത ഫിഷാ അത് ഉറങ്ങത്തില്ല. അതിന് ഉറക്കം. ഓക്കെ അടുത്ത ഫിഷ് ദാടെ കിടന്നുറങ്ങുന്ന അടുത്ത ഫിഷ്. ഇത് ഉറക്കം വരുന്ന രാവിലെ ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കുറേ മീനുകളെ ഫിഷസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് അടുത്ത നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ സൈറ്റാണ് ഗൈസ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള കുറേ മീനുകളെ കാണാം. അതേപോലെ തന്നെ മേളിലും അതേപോലെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ള മീനുകളുണ്ട്. റെഡ് ഉണ്ട്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, അതേപോലെ കുറേ കളേഴ്സ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ കുറേ AC ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെ AC ഉണ്ട്. ഞങ്ങൾ ഇനി കറങ്ങി ആ സ്ഥലത്തിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് നല്ല ഫീൽ. നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇതേപോലത്തെ സ്ഥലത്ത് തന്നെ അകത്ത് കയറുന്നു. അതേപോലെ തന്നെ ഞാനും അകത്ത് പോകും. പക്ഷേ എൻ്റെ കൈ മേറി കെട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാഡാണ്. ഞാൻ ഭയങ്കര സാഡാണ്. പക്ഷേ എനിക്ക് ഈ മീനുകളെയൊക്കെ കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മീനുകൾ. ഇനി ഞാൻ അകത്ത് പോകുമ്പോൾ നിങ്ങൾ ബാക്കി കാണിച്ചു ഞങ്ങൾ കയറുവാണേ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം, നമ്മുടെ ഗുഹ. ഞാൻ ഇതിനെ ചിലപ്പോൾ വിളിക്കും ഒന്നെങ്കിൽ ഗുണാക്കി. കാരണം ഇതേപോലെ തന്നെ ഒരു കേവ് പോലത്തെ കണ്ട ഗൈസ്. ഞാൻ പറഞ്ഞ സാധനം മോവാനയിലെ ഇതോടെ ഗൈസ് ഷാർക്ക് പോകും ഗൈസ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മോവാനയിലെ സാധനം എന്തോ പറന്നു പോകും. പുറകെ വലിയ നൂലുള്ള സാധനം അതുകൊണ്ട് പറന്ന് പോകുന്നു ഗൈസ്. എനിക്ക് അതിൻ്റെ പേരെന്തോന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല.
നീ പിടിച്ചോ? അപ്പുറത്ത് ആൾക്കാരെ കാണുന്നത് സുഖം. ഇത് മനുഷ്യന്റെ മനുഷ്യനെ പോലത്തെ മീൻ എന്താ അപ്പുറത്ത് ആൾക്കാരെ ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത ഫിഷ്. ഇത് ഭയങ്കര വലിയ ഫിഷാണ്. അത് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുവാണ്. ഫിഷിൻ്റെ പേര് തോന്നിയിരിക്കുന്ന ഗൈസ്. അതിൻ്റെ താഴെ കിടക്കുന്നതൊക്കെ ലോബ്സ്റ്ററാണ്. പിന്നെ ഈലുണ്ട്, അതേപോലെ തന്നെ കുറേ മീനുകൾ. ആ സ്നേക്കിൻ്റെ കൂട്ടമുള്ളതാണ് ഗൈസ് ഈ ഗൈസ്. ഞങ്ങൾ ഇതേപോലെ മാൽഡീവ്സിലും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ കാണിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഫിഷസിനെ. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാവുള്ളത്. എനിക്കറിയത്തേ ഇല്ലായിരുന്നു ഗൈസ്. നിങ്ങൾ ഈ ലോബ്സ്റ്ററിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് കുറേ ഫിഷസ് ആൻഡ് ലോബ്സ്റ്റർ. ഈ ക്രാബ് ഉണ്ടോ എന്ന് എനിക്ക് നന്നായിട്ടറിയില്ല. നമുക്ക് നോക്കാം ക്രാബ് ഉണ്ടോ. ഇതൊരു വലിയ മീനാണ് ഗൈസ്. ഇവിടെ കുറേ ലോബ്സ്റ്റർ ഉണ്ട്. ഈ ലോബ്സ്റ്ററിൻ്റെ അല്ലേ വേൾഡ് വേണം. ഈ ലോബ്സ്റ്ററിന് എന്ത് പറ്റി? അടുത്തേ താണ്ട് പോകുന്നു. ഇനി വലിയ മീനുണ്ട്. ഹായ്, താണ്ട് എടുക്കാൻ വായി തുറന്നോണ്ടിരിക്കുന്നു. വീഡിയോസ് എനിക്ക് പേടിയോ. ഇവിടെ ഫിഷ്, ഈ ഫിഷിൻ്റെ വായി തുറന്നോണ്ടിരിക്കുന്നു. വെറുതെ വായി തുറന്നോണ്ടിരിക്കുന്നു. വായുടെ ഒക്കെ എല്ലാം ഉണ്ടോ? ഇല്ല. എന്താണ് വായ? ഞാനത് പിടിച്ചു പോയി. എന്നാലും ഇത്ര വലിയ വാ തുറക്കുന്നു ഗൈസ്. അത് വാ അടയ്ക്കുന്നില്ല ഗൈസ്. വാ തുറന്നുകൊണ്ട് തന്നെ നീന്തിക്കൊണ്ടിരിക്കും. എടേ വാ അടയ്ക്കടേ. ഓ ഗൈസ്, ഈ ഫിഷിന് വായ അടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ നമ്മൾ ഇതേപോലെ കുറേ മീനുകളായി കണ്ടിട്ടുണ്ട്. ഇതെന്തോ മീനാണ് ഗൈസ്? വാവ്, 2 കണ്ണുണ്ട്, ഒരു വായുണ്ട്, ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്യാമറയിൽ നോക്കി കണ്ടിരിക്കുകയാണ്. അത് മേലോട്ട് നോക്കി, താഴോട്ട് നോക്കി, സൈഡിലോട്ട് നോക്കി, അങ്ങോട്ട് പോകും. ഇതിൻ്റെ ഒക്കെ ഷേപ്പ് നിങ്ങൾ കണ്ട ഗൈസ്? നിങ്ങൾ ഈ ഷേപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഗൈസ്? ഉണ്ടോ ഗൈസ്? ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾ ഷേപ്പ് കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അടുത്ത ഫിഷ്. വലിയ ചുണ്ടുള്ള ക്രൊക്കോഡൈൽ പോലത്തെ ഫിഷ്. നല്ല രസമുണ്ട് ഈ ഫിഷിനെ കാണാൻ. ഒരെണ്ണം തോണ്ട് അവിടെ കിടന്നുറങ്ങും, എല്ലാം വയ്യ അറിയില്ല. മുമ്പേ അങ്ങോട്ട് നമ്മൾ വേറൊരു വലിയ ഫിഷ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. എനിക്ക് വായിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഗോയ്സ് ഇതേതാണ് ഗൈസ് മീനുകൾ. ഫിലോപ്പിയ പോലത്തെ കുറേ കുഞ്ഞു മീനുകളുണ്ട് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും. പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോവും. അതിൻ്റെ സീക്രറ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കും ഗൈസ്. കുറേ മീനുകൾ അവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്നു, ഓടിപ്പോകുന്നു, നടന്നു പോകുന്നു, കിഴക്ക് ചാടുന്നു, കിടന്നുറങ്ങുന്നു. ഗൈസ് എനിക്ക് 250 മീനുകളെ കാണും. ഇത് നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ഈ സിൽവർ കളറിലെ ബോഡിയും ബ്രൗൺ കളറിലെ ചിറകല്ല ഗൈസ്, ഫിൻസ്. അടുത്തയാണ് ഗൈസ് അമേസിംഗ് വ്യൂ. നിങ്ങളിത് കണ്ട ഗൈസ്? വെള്ളത്തിലെ പൂച്ച മീനുകളൊക്കെ ഉണ്ട് ഗൈസ്. ആ മീനുകൾ ജീവനോടുണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞു. വെള്ളത്തിലെ പൂച്ചയാണ് ഗൈസ്. അപ്പുറത്തൊരു പൂച്ചയുണ്ട്. ഈ പൂച്ചയുടെ കാര്യം പറ്റില്ല. ആ പൂച്ച അവിടെ കണ്ടു. ഒന്നും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇനി ഓക്കെ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ വീഡിയോസ് ഉണ്ട് ഗൈസ്. അതിൻ്റെ പാട്ട് ഞാൻ എന്തായാലും ഇറക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നും. ആ 360 ഡിഗ്രി ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറില്ലേ നിങ്ങൾ അമ്മ എനിക്ക് കൊല്ലത്ത് പോകണം, കൊല്ലത്ത് എക്സിബിഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുമ്പോൾ താങ്ക് യു.